പ്രോബ്ലംസിൽ ഇടപെട്ടിട്ട് അഭിപ്രായം പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അത് അവരുടെ ഈ ചോദ്യം അവരുടെ അടുത്താ ചോദിക്കണം, എന്റെ അടുത്തല്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിന്റെ ശേഷം ആദ്യം കഴിച്ച ഏറ്റവും നല്ല ഫുഡ് എന്തായിരിക്കും? ഒരു ഭക്ഷണപ്രിയ എന്ന നിലയിൽ ചട്ടിച്ചോറ്. ഓ ഓക്കെ. നെവിൻ ബ്രോ, നെവി ഓർഡർ നെവിൻ ചേട്ടനൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പോയപ്പോ. നെവിന് ഒറ്റയ്ക്ക് കൊടുക്കുള്ളൂ അതോ നെവിന്റെ ഗേൾഫ്രണ്ടിനും കൊടുക്കുമോ? ഒറ്റയ്ക്ക് കൊടുക്കുള്ളൂ. അല്ല, രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ഗേൾഫ്രണ്ടോ? ഇല്ല, ഗേൾഫ്രണ്ട് ഇല്ല. ഇല്ല, അവന് ഒരാളെ വരുള്ളൂ. എന്തോ അല്ല, ഒരാളെ വരണമെന്നുള്ള രണ്ടാളെ വരണം. പ്രത്യേകിച്ച് എന്തേലും ഒന്നുമില്ല. ഒന്നുമില്ല. ടിക്കറ്റ് എടുക്കാൻ വരുന്നവരോടൊക്കെ വോട്ട് ചോദിച്ചിരുന്നു. ആണോ? നെവിൻ വോട്ട് ചെയ്തല്ലേ? നെവി വോട്ട് ചെയ്താ ഫോട്ടോ കൈ ഓട്ടെ, കൈ വിരല് കാണിക്കോ. നെവിൻ ബ്രോ, നെവിൻ ലാസ്റ്റ് ആയിട്ട് പ്രേക്ഷകരോട് എന്തുകൊണ്ട് സിനിമ കാണാൻ വരണം എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇത് ഈ ഒരു മണ്ഡലകാലത്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പിന്നെ ഇതിനകത്തുള്ള എല്ലാ മൂവിയിലും ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൽ പ്രവർത്തിക്കുന്നവരുടെ എഫേർട്ട് കൂടി നിങ്ങൾ കാണണം. അപ്പോൾ യെസ്, നല്ല മൂവി. സുധീരേട്ടൻ എങ്ങനെയുണ്ടെന്ന് നേരിട്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സന്തോഷമായിരിക്കും. സൂപ്പർ. സൂപ്പർ. ശരി, അപ്പോൾ ഓക്കെ, എല്ലാവരും വന്ന് കാണട്ടെ പടം. അപ്പം എല്ലാവരും വന്ന് കാണണം. എല്ലാവരും വന്ന് കാണാൻ. ബ്രോ, ഈ ഹെയർ സ്റ്റൈലിന് എന്താണ് ക്രീമാണ് ഉപയോഗിക്കുന്നത്? ഈ ഹെയർ സ്റ്റൈലിന് ലെക്സസ് ഹെയർ സ്പ്രേ. അതെന്റെ ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആയ ഒരു ന്യൂ പ്രോഡക്റ്റ് ആണ്. ബാഗിന് വള്ളിയുണ്ട്, പിന്നെ ഇതിനകത്ത് കുറെ സാധനങ്ങൾ വെക്കാൻ പറ്റും. അത് തുറന്ന് കാണിക്കാനൊക്കെ പറയുമോ? വാട്സിൻ ബാഗ് ഗെയിമൊക്കെ നമുക്ക് ബ്രോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബിഗ് ബോസിനുള്ളിലെ ഏറ്റവും വലിയ സൗഹൃദങ്ങളായിരുന്നു അനുമോള്, ആദില, അനൂറ. പക്ഷെ അവർ ഇറങ്ങിയതിന്റെ ശേഷമല്ലേ ആ രീതിയിൽ പ്രേക്ഷകർക്ക് സങ്കടം വരുന്നുണ്ട്. ഇവരെന്താണ് ഒന്നിക്കാത്തെന്നുള്ള ലെവലില് ആണോ? അവരൊന്നിക്കണമെന്ന് നെവിന് പ്രത്യേക ആകല്ലേ? നിലവിൽ രണ്ടുപേരേറ്റും കോണ്ടാക്ട് ഉള്ള ആളാന്ന നിലക്ക് നെവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇന്റൻഷനോ എന്തെങ്കിലും ഒരു അല്ല, എനിക്കിപ്പം സത്യമായിട്ടെ എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പം അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവരുടെ ഭാഗത്തുണ്ടാക്കുന്ന പ്രോബ്ലംസിൽ ഇടപെട്ടിട്ട് അഭിപ്രായം പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അത് അവരുടെ ഈ ചോദ്യം അവരുടെ അടുത്താ ചോദിക്കണം, എന്റെ അടുത്തല്ല. ഓക്കെ, മൈ ഫ്രണ്ട് അനുമോളും എന്റെ ഫ്രണ്ടാണ്. പക്ഷെ അവര് ഒന്നിക്കണമെന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ഒന്നിക്കണം ആഗ്രഹമുണ്ട്. വേഗം ചെല്ലല്ലേ അനുമോളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആദിലാനൂറിന്റെ. അവരോട് അപ്പൊ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല, അതാണ് പ്രശ്നം. അല്ലേ? സൈലൻസ് ആണ് ഏറ്റവും വലിയ. അതാണ്. ഓക്കെ, ആവശ്യമുള്ള കാര്യത്തിന് മാത്രം എന്റെ അടുത്ത് ഉത്തരം കേൾക്കും. അതല്ല നെവിനല്ല, അവര് ചോദിക്കുമ്പോൾ അവര് ഭയങ്കര സൈലന്റ്. അതിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറഞ്ഞില്ല, അതാണ് പറഞ്ഞത്. അത് അവരുടെ കാര്യമല്ലേ? കുറച്ചുകൂടി വാലിഡ് ആയിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോഴും അതിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കില്ലേ? എനിക്ക് ഇതിന് ഉത്തരം പറയാനായിട്ട് താല്പര്യമില്ല. വേണമെങ്കിൽ പറയാം, പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ദീസ് കൈൻഡ് ഓഫ് കോൺട്രോവേഴ്സി. അല്ല, അത് കോൺട്രോവേഴ്സി അല്ല. അവര് ഭയങ്കര മറ്റേ ഈ പാട്ടാ ഗേൾസ് എന്നുള്ള പേരിൽ ഭയങ്കര ഇതിൽ സോറി പട്ടാ ഗേൾസ് എന്നുള്ള പേരിൽ അത് റിസർച്ച് ചെയ്യേ. നല്ല കാറാണ്, സൂപ്പറാണ്. എന്താണെങ്കിലും ഐ എം സോ പ്രൗഡ്. ആ പുള്ളിക്കാരത്തി ഇത്രയും എന്താ പറയാ, എവിടെ നിന്നാണ് പുള്ളിക്കാരത്തി ഇത്രയും ഒരു റീച്ചിലെത്തിയെന്ന് നമുക്ക് ആ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. അപ്പം അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആര്യണി ചേച്ചിക്ക് ഓൾ ദ ബെസ്റ്റ്. ഇനിയും കുറെ കാറുകൾ വാങ്ങിക്കട്ടെ, അത്രയൊക്കെ തന്നെ. പുതിയ വീട് വെക്കണം, ബംഗ്ലാവ് വെക്കണം, എല്ലാം ചെയ്യണം. കാരണം അതിലൊക്കെ ഇപ്പം ഞാൻ ഹാപ്പിയാണ് പുള്ളിക്കാരത്തിയുടെ ഗ്രോത്തിൽ.
മനസ്സിലായില്ല, എല്ലാവരും അങ്ങനെ ആവണം. ഓക്കെ ഓക്കെ. ഓക്കെ. ഒരൊറ്റ കാര്യം കൂടി, കാണാറുണ്ടോ രേണു ചേച്ചി? ഇടയ്ക്ക് കാണാറുണ്ട്. രേണു ചേച്ചിനെ കാണാനായിട്ട് പറ്റുന്നില്ല, കാരണം പുള്ളിക്കാരത്തി ബിസിയാണ്, എന്നെക്കാട്ടി ബിസിയാണ്. ഓക്കെ. ഓക്കെ. ബിഗ് ബോസ് ആ പോണം. ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മര്യാദയ്ക്കൊന്ന് ഫുഡ് ഞാൻ കഴിച്ചോട്ടെ. ഇപ്പൊ ബിഗ് ബോസിന് ഇറങ്ങിയതിന്റെ ശേഷം ആദ്യം കഴിച്ച ഏറ്റവും നല്ല ഫുഡ് എന്തായിരിക്കും? ഒരു ഭക്ഷണപ്രിയ എന്ന നിലയിൽ ചട്ടിച്ചോറ്. ഓ ഓക്കെ. ഓക്കെ ബൈ.